السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين أما بعد اتقوا الله عباد الله. സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, മൻ കാനത്തിദ് ദുനിയ ഹമ്മഹു ഫറഖല്ലാഹു അലൈഹി അംറഹു വജഅല ഫഖറഹു ബൈന ഐനൈഹി വലം യഅതിഹി മിനദ് ദുനിയ ഇല്ലാ മാ കുതിബ ലഹു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ കാനത്തിദ് ദുനിയ ഹമ്മഹു, ആരുടെയെങ്കിലും ഹമ്മ്, അവൻ്റെ ഉദ്ദേശം ദുനിയാവ് ആണ് എങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ എല്ലായ്പ്പോഴും ദുനിയാവിനെ കുറിച്ചാണ് ചിന്തിക്കുന്നത്, ദുനിയാവല്ലാത്ത മറ്റൊരു വിചാരം അയാൾക്കില്ല, ഈ രൂപത്തിലാണ് ഒരാൾ ജീവിക്കുന്നത് എങ്കിൽ ഫറഖല്ലാഹു അലൈഹി അംറഹു, അവൻ്റെ കാര്യങ്ങളെ മുഴുവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ശിഥിലമാക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യത്തിലും ഒരു വിജയം കണ്ടെത്താൻ, അതല്ലെങ്കിൽ ഒരു മനസ്സംതൃപ്തി കണ്ടെത്താൻ ഒന്നും എന്ത് ചെയ്യില്ല, അയാൾക്ക് സാധിച്ചു കൊള്ളണമെന്നില്ല. വജഅല ഫഖറഹു ബൈന ഐനൈഹി, മാത്രമല്ല ഫഖറിനെ അവൻ്റെ കൺമുൻപിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആക്കുകയും ചെയ്യും. ഒരുപക്ഷെ ധനികനായിരിക്കാം, പക്ഷേ ഞാൻ എപ്പോഴും ദരിദ്രനായി പോകുമോ എന്ന പേടി അയാളെ നിരന്തരമായി കൊണ്ട് പിടികൂടുന്ന അവസ്ഥ ഉണ്ടാകും. എന്ന് പറഞ്ഞാൽ ഒരു മനസ്സമാധാനം ഇല്ലാത്ത ഒരു അവസ്ഥ ഒരു മനുഷ്യന് വരും. ആർക്ക്? ദുനിയാവാണ് ഒരാളുടെ ഹമ്മ് എങ്കിൽ. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വലം യഅതിഹി മിനദ് ദുനിയ ഇല്ലാ മാ കുതിബ ലഹു, അവൻ എത്ര തന്നെ ദുനിയാവിൻ്റെ പിറകെ ഓടിയാലും അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തൊന്നാണോ അവനക്ക് രേഖപ്പെടുത്തിയിട്ടുള്ളത് അതല്ലാതെ അവൻ്റെ അടുക്കിലേക്ക് ദുനിയാവ് ഒന്നും തന്നെ വന്നെത്തുകയില്ല എന്നും സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കൊണ്ട് കാണാൻ സാധിക്കും. വീണ്ടും അവിടുന്ന് പറഞ്ഞു, വമൻ കാനത്തിൽ ആഖിറതു നിയ്യതഹു, ഇനി ആരുടെയെങ്കിലും ഉദ്ദേശം അത് ആഖിറമാണ് എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയോടുള്ള പ്രീതി ലഭിക്കണം, അതുപോലെ തന്നെ സ്വർഗം ലഭിക്കണം. ഇതാണ് അയാളെ കൂടുതൽ ജീവിതത്തിലെ മുഴുവൻ ഭാഗങ്ങളിലും അയാൾ ചിന്തിച്ചു കൊണ്ടേയിരിക്കുന്നത്. അള്ളാഹുവിൻ്റെ അടുക്കൽ പ്രീതി ലഭിക്കണം, അള്ളാഹുവിൻ്റെ സ്വർഗം ലഭിക്കണം, നരകത്തിൽ നിന്ന് മോചിതനാകണം. ഇതിനൊക്കെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, അതോടൊപ്പം തന്നെ ദുനിയാവിൽ ജീവിക്കാൻ ആവശ്യമായ കാര്യങ്ങളിൽ അയാൾ ശുഗലാകുന്നു. ഈ രൂപത്തിലാണ് ഒരാൾ ജീവിക്കുന്നത് എങ്കിൽ ജമഅല്ലാഹു ലഹു അംറഹ്, അവൻ്റെ കാര്യങ്ങളെ മുഴുവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുമിപ്പിച്ചു കൊടുക്കും. നമുക്കറിയാം, ചില ആൾക്കാരുടെയൊക്കെ ജീവിതത്തിലെ കാര്യങ്ങൾ നടന്നു പോകുന്നത് എങ്ങനെയാണെന്ന് ചിലപ്പോൾ നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാവില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ കാര്യങ്ങളെയും അവനെ തഖ്വ ചെയ്തുകൊണ്ട് അവനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകളാണെങ്കിൽ ഏതേത് പ്രശ്നങ്ങൾ വരുമ്പോഴും ആ പ്രശ്നങ്ങളൊക്കെ മറ്റു ഇതര രൂപങ്ങളിലൊക്കെ അയാൾക്ക് എന്ത് ചെയ്യും, അല്ലാഹു സുബ്ഹാനഹു വ തആല പരിഹരിച്ചു കൊടുക്കും. മാത്രമല്ല വജഅല ഗിനാഹു ഫീ ഖൽബിഹി, അവൻ്റെ ഹൃദയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഗിന, ധന്യത ഇട്ടുകൊടുക്കും. എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യത്തിലും ഒരു തൃപ്തി അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയതിലെ സമ്പൂർണ്ണമായ തൃപ്തി ഒരു മനുഷ്യൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇട്ടുകൊടുക്കുകയും ചെയ്യും. വഅതത്ഹു ദുനിയ വഹിയ റാഗിമ, നിന്ദ്യമായി കൊണ്ട് ദുനിയാവ് എൻ്റെ അടുക്കിലേക്ക് വന്നെത്തുകയും ചെയ്യുമെന്നും നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കൊണ്ട് കാണുവാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ആഖിറത്തിനെ നമ്മുടെ ഒരു ഹമ്മാക്കി ജീവിക്കാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അത്തൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.